ഹേ ഗായ്സ്, അങ്ങനെ എൻ്റെ 15 ദിവസത്തെ പരോള് കഴിഞ്ഞു കേട്ടോ. ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുക കേട്ടോ. എത്ര പെട്ടെന്നല്ലേ 15 ഡേയ്സ് കഴിഞ്ഞ്. അങ്ങനെ എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ ഇത്ര മടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരം ട്രെയിനൊക്കെ വെയിറ്റൊക്കെ ചെയ്തു. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു, ഒരു 5 മിനിറ്റ്സ്. സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആണെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് പോയാലോ, നാളെ രാവിലെ ഹോസ്റ്റലിലോട്ട് പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ട്രെയിനൊക്കെ വന്നു. ആ പൂ കാണാൻ നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണേ. അങ്ങനെ ഞാൻ ഉള്ളാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. പിന്നെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവളെ കണ്ടത്. അവളെ കണ്ടോ? അവൾ ഞാൻ നോക്കും എന്നെ നോക്കില്ല, പക്ഷെ ഞാൻ നോക്കാത്തപ്പോൾ എന്നെ നോക്കും. എൻ്റെ ക്യാമറ ഒന്ന് സൂമായിട്ട് വരുമ്പോൾ ദാ മുഖം തിരിച്ചു കളയും. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോഴത്തേക്കും ഓട്ടോ വന്നു കേട്ടോ. ഈവനിങ് ഒരു 6 o'clock ഒക്കെ ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു. അവരെന്തോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വരുന്ന വഴിക്ക് അതും കൂടി വാങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അവർ ഓർഡർ ചെയ്ത് പിസ്സ വാങ്ങാനാട്ടോ പോയത്. അങ്ങനെ റോസ്റ്റ് ആൻഡ് ബ്രൂവിൽ പോയി. അപ്പോഴത്തേക്കും സാധനം റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് കുറച്ച് നൊസ്റ്റുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും പിസ്സയൊക്കെ കിട്ടി. പിന്നെ ഇങ്ങനെ പോവായിരുന്നു. ഇപ്പോൾ പോലും തിരിച്ചു പോയാലോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അങ്ങനെ ലാസ്റ്റ് ഞാൻ കോളേജിലെത്തി. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബുക്കിലൊക്കെ എഴുതണം, ഈ ലേറ്റ് കമ്മിങ് ബുക്കിൽ. അതിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും എഴുതണം. പണ്ട് പഠിക്കുമ്പോൾ മുതൽ എഴുതാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇതിനൊന്നും ഒരു മാറ്റമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പസ്. ഇത് ഞാനൊരു 1-2 വട്ടം ഏതൊക്കെയോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഹോസ്റ്റലിലെത്തി ഗൈസ്. അങ്ങനെ നേരെ റൂമിൽ പോയി അവിടെ സാധനമൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് നേരെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോയി. അവരൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഇതാ പൂച്ച മീനിന് വെയിറ്റ് ചെയ്യുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ എടുക്കലും കൂടി കഴിയണമല്ലോ ഇതൊന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ വീഡിയോ എടുപ്പിന് ശേഷം എല്ലാവരും ഇതൊക്കെ കഴിച്ചു. അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. യൂഷ്വലി റോസ്റ്റ് ആൻഡ് ബ്രൂത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ ഇതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. ആൻഡ് ചില്ലി ഫ്ലേക്സ് മുറിക്കാനൊക്കെ പകരം ഇവർ കെച്ചപ്പാണ് കഴിച്ച് തന്നത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് കിടന്നുറങ്ങണം. ബൈ.